കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രൈസ്തവ ഐക്യവാരത്തിന് തുടക്കമായി. സഭയുടെ നയതന്ത്രത്തിന്റെ ഉദ്ഭവം സുവിശേഷത്തിൽ നിന്ന് മാർപ്പാപ്പ. കുവൈറ്റിലെ അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം മൈനർ ബസിലിക്കയായി. അതിരമ്പുഴ തിരുനാളിന് കൊടിയേറി. ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ കത്തോലിക്ക വൈദികനായി. അസാധാരണമായ ഒരു ജീവിത സാക്ഷി. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ ഐക്യവാരത്തിന് തുടക്കമായി. ജനുവരി 25-ന് അവസാനിക്കുന്ന ക്രൈസ്തവ വാരം ജനുവരി 18-നാണ് ആരംഭിച്ചത്. വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുന്ന ജനുവരി 25-ന് വൈകുന്നേരം 5:30 റോമൻ മതിലുകൾക്ക് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയെ ക്രൈസ്തവ ഐക്യവാരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ലിയോ 14 പാപ്പ നേതൃത്വം നൽകും. ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും സഹകരണവും ലക്ഷ്യമാക്കിയാണ് എല്ലാ വർഷവും ക്രൈസ്തവ ഐക്യവാരം ആചരിക്കുന്നത്. സഭയുടെ നയതന്ത്രത്തിന്റെ ഉദ്ഭവം സുവിശേഷത്തിൽ നിന്ന് മാർപ്പാപ്പ. സഭയുടെ നയതന്ത്രത്തിന്റെ ഉദ്ഭവം സുവിശേഷത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നും അതൊരിക്കലും തന്ത്രങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ളതല്ല എന്നും ലിയോ 14 പാപ്പ. സഭയുടെ നയതന്ത്രം ചിന്താപൂർവമായ കാരുണ്യ പ്രവർത്തനമാണ്. വിജയികളെയോ പരാജിതരെയോ സൃഷ്ടിക്കാനല്ല, ആധികാരികമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ സിംഹാസനത്തിനു വേണ്ടി നയതന്ത്ര പ്രവർത്തനം നടത്തുന്നവർ പരിശ്രമിക്കുന്നത്, പാപ്പ പറഞ്ഞു. പരിശുദ്ധ സിംഹാസനത്തിനു വേണ്ടി നയതന്ത്ര പ്രവർത്തനങ്ങൾ നടത്താനൊരുങ്ങുന്ന വൈദികർക്ക് പരിശീലനം നൽകുന്ന പൊന്തിഫിക്കൽ എക്ലേസിയാസ്റ്റിക്കൽ അക്കാദമിയുടെ സ്ഥാപനത്തിന്റെ 325-ാം വാർഷികത്തോട് അനുബന്ധിച്ച് നൽകിയ കത്തിലാണ് പാപ്പ ഇക്കാര്യം വിശദീകരിച്ചത്. കുവൈറ്റിലെ അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം മൈനർ ബസിലിക്കയായി. കുവൈറ്റിലെ അൽ ഹമ്മാദിലുള്ള അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം മൈനർ ബസിലിക്കയായി ഉയർത്തി. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ മുഖ്യ കാർമ്മികനായിരുന്നു. 1948-ൽ അൽ ഹമ്മാദിൽ ആരംഭിച്ച ചെറിയ ദേവാലയമാണ് ഇന്ന് മൈനർ ബസിലിക്കയായി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിലെ ജനസംഖ്യയിൽ 20% ക്രൈസ്തവരാണ്. അതിരമ്പുഴ തിരുനാളിന് കൊടിയേറി. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. 24-ന് നഗരപ്രദക്ഷിണം, 25-ന് രാവിലെ 10 മണിക്ക് പരിശുദ്ധ റാസയും വൈകുന്നേരം 22 വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ഫെബ്രുവരി 1-നാണ് 8-ാം ഇടം. ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ കത്തോലിക്ക വൈദികനായി. അസാധാരണമായ ഒരു ജീവിത സാക്ഷി. ഫാദർ ട്രേവിസ് മോഗറിന്റെ ജീവിതകഥ വ്യത്യസ്തവും സവിശേഷവുമാണ്. മുൻ ബാപ്റ്റിസ്റ്റ് പാസ്റ്ററും നേവി ചാപ്ലിനുമായിരുന്നതാണ് അദ്ദേഹത്തിന്റെ ഭൂതകാലം. ഇന്നാവട്ടെ കത്തോലിക്ക പുരോഹിതനും. 9 മാസങ്ങൾക്ക് മുൻപ് 2025 മെയ് മാസത്തിലാണ് അദ്ദേഹം കത്തോലിക്ക പുരോഹിതനായി അഭിഷിക്തനായത്. അദ്ദേഹവും ഭാര്യയും മകനും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നതിന്റെ 7 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ പരിണാമം സംഭവിച്ചത്. ഒരിക്കലും ഒരു പുരോഹിതനാകുമെന്നോ കത്തോലിക്ക സഭാംഗമാകുമെന്നോ ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ ദൈവം എന്നെ കത്തോലിക്ക സഭയിലെ അംഗമാക്കുകയായിരുന്നു. ഫാദർ ട്രേവിസ് തനിക്ക് സംഭവിച്ച അവിശ്വസനീയമായ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. 5 വർഷത്തെ പഠനത്തിനും തിരിച്ചറിവിനും അത് നൽകിയ മാനസാന്തരത്തിനും ശേഷമായിരുന്നു അദ്ദേഹവും ഭാര്യയും മകനും 2028-ലെ ഈസ്റ്റർ ഞായറാഴ്ച മാമോദിസ സ്വീകരിച്ചത്, കത്തോലിക്ക സഭയിലെ അംഗങ്ങളായത്. അത് കഴിഞ്ഞുള്ള 7 വർഷങ്ങൾക്ക് ശേഷമാണ് കത്തോലിക്ക പുരോഹിതനായത്. ദൈവം നമ്മെ നയിക്കുന്ന ദിശയിലേക്ക് നാം നീങ്ങാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് അതിനെ ബഹുമാനിക്കും. പൗരോഹിതത്തിലേക്കുള്ള തന്റെ അസാധാരണമായ യാത്ര ദൈവത്തോട് അതെ എന്ന് പറഞ്ഞതിന്റെ ഫലമാണെന്നും ഫാദർ മോഗർ പറഞ്ഞു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നമുക്ക് വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.